ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്ന സ്പീക്കർ ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ്. അപ്പോൾ സ്പീക്കർ ലൈൻ, ട്രാൻസ്ഫോമർ എന്നുള്ള കണക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ശക്തിയുടെ ബോർഡ് വയർ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ വയറിങ് നമുക്ക് നോക്കാം. സ്വിച്ച് കണക്ഷനും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നില്ല, സിമ്പിളായിട്ട് ഇത് വയർ ചെയ്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അത് വയറിങ്ങിലേക്ക് കിടക്കാം. വയറിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെ ബോർഡ് ഇതാണ്, ശക്തിയുടെ ബോർഡ് വരുന്നത്. ഇതിൽ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇന്നും ഔട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഇതാണ് മെയിനായിട്ടുള്ള ഔട്ട് വരുന്നത്, ഇന്ന് വരുന്നത് ലെഫ്റ്റ് റൈറ്റ്. പിന്നെ അതേപോലെ ഒരു ചാനലിൻ്റെ റൈറ്റ് ചാനലിൻ്റെ ബാസ് ട്രബിൾ ഔട്ട്പുട്ട് ഇതിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതേപോലെ ലെഫ്റ്റ് ചാനലിൻ്റെ ബാസ് ട്രബിൾ ഔട്ട് ഇതിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ബാസിൻ്റെ സബിൻ്റെ പ്രീസെറ്റ് ഇതാണ്, ഈ കാണുന്നതാണ്. അപ്പോൾ അത് നമുക്ക് സബിൻ്റെ വോളിയത്തിനനുസരിച്ച് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ സബ് ഔട്ട് ഇതിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സബ് ഔട്ട് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ സറൗണ്ട് ഇതിലാണ്, റയർ ഔട്ട് എന്ന് എഴുതിയിട്ടുള്ളതാണ് സറൗണ്ടിൻ്റെ കണക്ഷൻ വരുന്നത്. അല്ല സെൻറ്റർ ഇതിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ചാനലുകളും കാര്യങ്ങളും വോളിയം കുറവ് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സെക്ഷൻ ചിലപ്പോൾ സറൗണ്ട് ആവാം, ചിലപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ആവാം. ഇതിലേക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അത് നമ്മളെ 20-30 ബോർഡായാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വോളിയം കാര്യങ്ങളൊക്കെ കിട്ടും അതിൽ. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് വരില്ല. വരികയാണെന്നുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ഈ ചാനലിൻ്റെ ഈ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഇന്നിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് നേരെ കൺട്രോളിലേക്ക് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രീസെറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റിങ് ചെയ്യാം. എത്ര വേണമെങ്കിലും വോളിയം കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഇതിൽ പറ്റും. വോളിയം കുറവുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാനലിൽ. അപ്പോൾ അതിനാണ് ഈ സെക്ഷൻ, ഈ ഐസിയും ഈ 4 പ്രീസെറ്റും കൂടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് 4 കണക്ഷൻ എടുക്കാനുള്ളത്. 2 ഇന്നും 2 ഔട്ടും ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ചാനൽ ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ അതേപോലെ സറൗണ്ടിൻ്റെ ചാനൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം, ഈ സൈഡിൽ നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ 2 സെക്ഷൻ ഉണ്ട്, ഇതിൽ 4 കണക്ഷൻ ഉണ്ട് മൊത്തം. അപ്പോൾ 4 ഔട്ടും 4 ഇന്നും 4 ഔട്ടും ഉണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. അല്ലാച്ചെങ്കിൽ നമുക്കത് ഒഴിവാക്കിയിടാം. അപ്പോൾ പോസിറ്റീവ്, ഗ്രൗണ്ട്, നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഓരോ വയറുകൾ കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ 100K കൺട്രോളാണ്. അപ്പോൾ എല്ലാതും നമ്മൾ 100K തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് എല്ലാറ്റിനും വേറെ ഇതൊന്നും വെച്ചിട്ടില്ല, എല്ലാറ്റിനും 100K തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എപ്പോഴും എർത്ത് കൊടുക്കേണ്ടത് നമ്മളെ കൺട്രോൾ നമ്മൾ നേർക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിലാണ്, റൈറ്റ് സൈഡിലാണ് വരിക. അതല്ല തിരിച്ചാണെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിലാണ് എർത്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് റൈറ്റ് സൈഡിലേക്ക് വോളിയം കൂട്ടുമ്പോൾ കൂടുള്ളൂ. അല്ലെങ്കിൽ തിരിച്ചാണ് വരിക. അല്ലാതെ അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, അടിച്ചു പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ സൈഡിലാണ് നമുക്ക് എർത്ത് കൊടുക്കേണ്ടത്. ഗ്രൗണ്ട് എന്ന് പറയുന്ന സാധനം ഇതിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് മെയിൻ മാസ്റ്റർ കൺട്രോളിൻ്റെ കണക്ഷനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കൺട്രോളിൻ്റെ വയർ നമുക്ക് കൊടുത്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ മാസ്റ്റർ കൺട്രോളിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ അല്ലാണ്ട് തന്നെ വേറെ രീതിയിലും കൊടുക്കാൻ പറ്റും നമുക്ക്. ഇതിൽ നിന്ന് കൺട്രോളിലേക്ക് കൊടുക്കാം, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തിട്ട് കൺട്രോളിലേക്ക് കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് USB ബോർഡിൽ നിന്ന് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള കൺട്രോളിലേക്കാണ് മെയിൻ വന്നിട്ടുള്ള ഫസ്റ്റ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഇതിൽ കറക്റ്റായിട്ട് കാണാണ്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററാണ് ഗ്രൗണ്ട് വരുന്നത്. ആ ഗ്രൗണ്ട് നമ്മൾ ഈ കൺട്രോളിൻ്റെ ഈ തലക്കിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി 2 കണക്ഷൻ ഇങ്ങനെ ഈ വരുന്ന 2 ലാസ്റ്റ് വരുന്ന ഈ 2 ലെഗിൽ നിന്നാണ് നമ്മൾ നേരെ ഡയറക്റ്റ് USB ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ മാസ്റ്റർ കൺട്രോൾ തിരിപ്പിക്കുമ്പോൾ തന്നെ എല്ലാറ്റിൻ്റെയും വോളിയം കുറയും. മൊത്തം എല്ലാറ്റിൻ്റെയും വോളിയം കുറയും. അതിന് വേണ്ടിയിട്ട് നമ്മൾ 5-6 സെക്ഷനായിട്ടുള്ള കൺട്രോൾ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഒറ്റയടിക്ക് നമുക്ക് എല്ലാറ്റിൻ്റെയും വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. പലരും പല രീതിയിലാണ് വയർ ചെയ്യാറ്. അപ്പോൾ ഇത് നമുക്ക് ഇനി കണക്ഷനുകൾ കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി തോന്നുന്നു. അപ്പോൾ ഈ 2 കണക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് USB ബോർഡിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ കണക്ഷൻ ഇങ്ങനെയാണ്, ഇത് കൺട്രോളിൻ്റെ കണക്ഷൻ. അപ്പോൾ അതിലേക്കുള്ള വയർ കൂടി നമുക്ക് സോൾഡർ ചെയ്യാം. അപ്പോൾ ആ വയർ കൊടുക്കുക കഴിഞ്ഞു. ഈ വയറാണ് നേരെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് USB-യിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ കൺട്രോളിൽ നിന്ന് വന്നിട്ടുള്ള വയർ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്, മഞ്ഞാണ് ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത്, സെൻറ്റർ വയർ തന്നെ. അപ്പോൾ മാസ്റ്റർ കൺട്രോളിൻ്റെ കണക്ഷൻ ഇത്രേ ഉള്ളൂ. ഇത് USB-ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷനായി. ഇനി ബാക്കിയുള്ള കൺട്രോളിലേക്കുള്ള കണക്ഷനുകൾ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുത്ത് വേറെ ഒന്നല്ല, നമുക്കിതൊരു ഒറ്റയടിക്ക് വോളിയം എല്ലാ ചാനലത്തെയും സബും സെൻറ്ററും സറൗണ്ടും ഒക്കെ ഒറ്റയടിക്ക് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ലേശം ലെങ്ത് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അറിയാവുന്നവർ സ്കിപ്പ് ചെയ്ത് പോവുക, അല്ലാത്തവർക്ക് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് അടുത്ത കൺട്രോളിൻ്റെ കണക്ഷൻ നോക്കാം. അപ്പോൾ നമ്മൾ ബാസിൻ്റെ സെക്ഷനാണ് കണക്ഷൻ കൊടുക്കാൻ
വയർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ 6 വയർ നമ്മൾ കൺട്രോളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മറ്റേ വോളിയം കൺട്രോളിൻ്റെ പോലെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടില്ല, എർത്തിൻ്റെ ഭാഗം ഷോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എർത്തിൻ്റെ ഭാഗമാണ് ഈ വന്നിട്ട് കിടക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എർത്തിൻ്റെ ഭാഗം. അപ്പോൾ ഇതിൻ്റെ അതേപോലെ തന്നെയാണ് കുറയാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ്, ഗെയിൻ കുറയാൻ ബാസ് കുറയാൻ വേണ്ടിയിട്ടുള്ള കണക്ഷൻ നമ്മൾ ഇതിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ തന്നെയാണ് എല്ലാറ്റിൻ്റെ കണക്ഷൻ അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ അത് മെയിൻ ഗെയിനാണ്, ഇത് സെൻറ്റർ കണക്ഷൻ. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കളറുകൾ കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു. അപ്പോൾ നമുക്കത് ബോർഡിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ബോർഡിലേക്ക് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് വരുന്ന ഭാഗത്തേക്കാണ് ഈ കൺട്രോളിൻ്റെ ഈ ഭാഗം കൊടുക്കേണ്ടത്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാണ് ഇൻപുട്ട്. അപ്പോൾ ഈ സൈഡിൽ വരുന്നതിൽ ഫസ്റ്റ് പിന്ന് ഇതാണ്. അപ്പോൾ ആ ഫസ്റ്റ് പിന്നിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫ്ലക്സൊക്കെ തേച്ച് അതിന് ശേഷം ഇതാണ് ബാസ്. അപ്പോൾ നമ്മളതിൻ്റെ ഇതിലാണ് സോൾഡർ ചെയ്യണത്. ഫസ്റ്റത്തെ വയർ, രണ്ടാമത്തെ വയർ അതിൻ്റെ തൊട്ടയിൽ സോൾഡർ ചെയ്തു. മൂന്നാമത്തെ വയർ അതിൻ്റെ തൊട്ട കണക്ഷനിൽ നമ്മൾ സോൾഡർ ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബാസിൻ്റെ കണക്ഷൻ വരിക? അപ്പോൾ ട്രബിൾ കൺട്രോളിൻ്റെ കണക്ഷൻ നമ്മൾ ഇതേപോലെ തന്നെയാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് വരുന്ന ഈ വയറിന്ന് വരുന്ന ഇതാണ്, ഇങ്ങനെയാണ് കണക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് വയർ ഇതാ കൺട്രോൾ ഇങ്ങനെ പിടിച്ച വൈറ്റ് വയറാണ് ഫസ്റ്റ് പിന്നിൽ വന്നിട്ടുള്ളത്, ഈ കൺട്രോളിൻ്റെ ഇൻപുട്ട് തുടങ്ങുന്ന ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാസിൻ്റെ കണക്ഷൻ അടുത്ത ചാനലിൻ്റെ കണക്ഷൻ ഇവിടെയാണ്. അപ്പോൾ രണ്ടും കൂടി ഒറ്റ കൺട്രോളായ കാരണം നമ്മൾ ഇങ്ങനെയാണ് 6 വയർ കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ട്രബിളിൻ്റെ കണക്ഷനും കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കൺട്രോളുകളുടെ കണക്ഷൻ കൊടുത്തിട്ട് നോക്കാം. അപ്പോൾ 2 സൈഡ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് കളറുകൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ബാസിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ട്രബിളിൻ്റെ കണക്ഷനും ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കുക. ഡബിൾ കണക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് കൊടുത്തിട്ട് നോക്കാം. അപ്പോൾ അതേപോലെ തന്നെ ട്രബിളിനുള്ള കൺട്രോളിൻ്റെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൊടുത്ത പോലെ തന്നെയാണ് ഇതിലും വയറിങ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കറക്റ്റ് കണക്ഷനുകൾ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഇതിലും കണക്ഷനുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കളറുകളൊന്നും മാറ്റില്ല, രണ്ടും ഒരേ സെയിം വയർ തന്നെയാണ്, സെയിം കളർ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ഈ ബാസിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്ത പോലെ തന്നെയാണ് ട്രബിളിൻ്റെ കണക്ഷനും കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് കൊടുത്തിട്ട് നോക്കാം. അങ്ങനെ ആ കൺട്രോളിൻ്റെ കണക്ഷൻ നമ്മൾ അതേപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കൺട്രോളുകളൊക്കെ കറക്റ്റ് സെയിം അതേപോലെ തന്നെയാണ് വയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. രണ്ടിൻ്റെയും കണ്ടാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ രണ്ടിൻ്റെയും കണക്ഷനുകൾ നമ്മൾ ഒരേപോലെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാസും ട്രബിളും നമ്മൾ കണക്ഷൻ കൊടുക്കൽ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വയർ എടുത്തിട്ട് അത് നമുക്ക് എവിടേക്കാണ് കൺട്രോൾ വെക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ചുള്ള വയർ എടുത്തിട്ട് ചെയ്യുക. നമുക്കിത് ഷീൽഡ് വയർ എടുത്ത് ഉപയോഗിച്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. നമ്മളിത് വെച്ചിട്ട് നമുക്ക് വേറെ ഹമ്മിങ്ങും കാര്യങ്ങളൊന്നും വരാത്ത കാരണമാണ് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വയർ നമ്മൾ ബാസും ട്രബിളിനുള്ള വയർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോരോ കണക്ഷനുകൾ ബാക്കിയുള്ള കണക്ഷനുകൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി സപ്ലൈ കൊടുക്കണം, അതേപോലെ സബിൻ്റെ കണക്ഷൻ, സറൗണ്ട് കണക്ഷൻ അങ്ങനെയുള്ള കണക്ഷനുകളൊക്കെ കൊടുക്കണം, സെൻറ്റർ കണക്ഷൻ അങ്ങനെയുള്ള കണക്ഷനാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുള്ള വയറുകൾ നമ്മൾ എടുക്കുക. അപ്പോൾ ഇതിലാണ് അതിൻ്റെ ഇൻപുട്ട് വന്നെടുക്കുന്നത് ആംപ്ലിഫയർ ബോർഡിൻ്റെ. അപ്പോൾ അതിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ ആദ്യം എടുക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ നമ്മൾ 2 കണക്ഷൻ എടുത്തിട്ട് ഈ ബോർഡിലേക്ക് കൊടുക്കുകയാണ്, ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ സൈഡിലത്താണ് ലെഫ്റ്റ് റൈറ്റ് കൊടുത്തിട്ടുള്ളത് നമ്മൾ. അപ്പോൾ ഈ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ ഇന്നെടുത്തിട്ട് ഫസ്റ്റത്തെ ഇൻപുട്ട് എടുത്തിട്ട് നമ്മൾ ഈ ബോർഡിലേക്കാണ്, മെയിൻ ബോർഡിലേക്ക്, ഈ സറൗണ്ട് ബോർഡിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ സപ്ലൈ എടുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ബോർഡിൽ വന്നിട്ടുള്ളത് പോസിറ്റീവ് ഈ സൈഡാണ്, കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കുക. സെൻറ്റർ 0 കപ്പാസിറ്ററിൻ്റെ ഈ സൈഡാണ് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുത്ത് കൊടുക്കാം. സെൻറ്റർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് കണക്ഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാവുന്നവർക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ അത് പ്രത്യേകിച്ച് അപ്പുറത്ത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ വയർ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഈ ബോർഡാണെന്നുണ്ടെങ്കിൽ കണക്ഷനുകൾക്ക് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വരിക. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ കാലിൻ്റെ മീന്നാണ് നമ്മൾ ഈ ബോർഡിലേക്കുള്ള കണക്ഷൻ എടുക്കുന്നത്, സപ്ലൈ എടുക്കുന്നത്. അപ്പോൾ സപ്ലൈയിൽ നമ്മൾ ഫസ്റ്റ് പോസിറ്റീവ് സോൾഡർ ചെയ്തു, രണ്ടാമത്തെ ഗ്രൗണ്ട്, മൂന്നാമത്തെ നെഗറ്റീവ്. അപ്പോൾ കളർ അതിനനുസരിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പോസിറ്റീവ് റെഡ്, ഗ്രൗണ്ട് കോഫി കളറ്, അതുപോലെ ബ്ലാക്ക് നെഗറ്റീവ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളത് അതേപോലെ തന്നെ എടുത്തിട്ട് നമ്മൾ ഈ ബോർഡിലേക്ക്
കറക്റ്റ് പോസിറ്റീവ് ഗ്രൗണ്ട് നെഗറ്റീവ് അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ പോസിറ്റീവ് ഗ്രൗണ്ട് നെഗറ്റീവ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ കറക്റ്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോർഡിലേക്കുള്ള മെയിൻ സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കണക്ഷനുകൾ നമ്മൾ കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റത്തെ ലെഫ്റ്റ് റൈറ്റും ഔട്ട്പുട്ടാണ് നമ്മൾ കൊടുക്കാൻ പോണത്. അപ്പോൾ അതിൽ ഒരെണ്ണം മാത്രമാണ് നമ്മൾ എർത്തിങ്ങനെ എടുത്തിട്ടുള്ള വയറ്. ഗ്രൗണ്ട് എന്ന് പറയുന്നതിന് ഒരു വയറ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കണക്ഷനുകൾ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് കൊടുത്ത് നോക്കാം. കമ്പികൾ കൂടുതലുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞാണ്. കൂടുതലുള്ളത് നോക്കിയിട്ട് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ബോർഡിൻ്റെ മീതെ എർത്താവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ചാനലിലേക്ക് സിഗ്നൽ വരില്ല. അപ്പോൾ ഇതിങ്ങനെയാണ് വന്നിട്ടുള്ള കണക്ഷൻ. ഇത് രണ്ടെണ്ണം ഔട്ട്പുട്ടും ഒരെണ്ണം ഗ്രൗണ്ടുമാണ്. അപ്പോൾ ഔട്ട്പുട്ട് നമ്മൾ സോൾഡർ ചെയ്തു. അപ്പോൾ എല്ലാറ്റിനും കോമൺ ആയിട്ട് ഒരു ഗ്രൗണ്ട് തന്നെ ആയതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഗ്രൗണ്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ഗ്രൗണ്ട് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ കൺട്രോളുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് നമ്മൾ. അപ്പോൾ അത് നമ്മൾ തിരിച്ച് ബോർഡ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ അത് അപ്പുറത്തേക്ക് സോൾഡർ ചെയ്യേണ്ടതാണ് നമ്മൾ. അപ്പോൾ അത് മാറ്റി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എടുത്ത് നമ്മൾ അപ്പുറത്തേക്ക് വയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വയർ ബോർഡ് ഇങ്ങനെയാണ് നമ്മൾ പിടിപ്പിക്കുക. അപ്പോൾ അത് ഔട്ട്, അതുപോലെ ഇത് ഔട്ട്. ഈ വയലറ്റ് കാണുന്നത് ഗ്രൗണ്ടാണ്. അപ്പോൾ അത് നമുക്ക് ഈ മെയിൻ ബോർഡ്. അപ്പോൾ ആ കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻപുട്ട് ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇൻപുട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അതിലേക്ക് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ള ഗ്രൗണ്ട് കണക്ഷനാണ്. അപ്പോൾ അത് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ പിന്നിൽ അതാണ് അതിന് ഗ്രൗണ്ട് വരുന്നത്. രണ്ടാമത് വരുന്നത് ഇൻപുട്ടാണ് ബോർഡിൻ്റെ. അപ്പോൾ പ്രോലോജിക് ബോർഡിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇന്നിലേക്കാണ് കൊടുക്കുന്നത് ഫസ്റ്റത്തെ കണക്ഷൻ. അങ്ങനെ ഫസ്റ്റ് കണക്ഷൻ നമ്മൾ ഇതിൽ കൊടുത്തു. അപ്പോൾ 2 ചാനലിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുക്കൽ കഴിഞ്ഞു. ഇനി ബാക്കി 4 ചാനലുണ്ട് സബ് അടക്കം. അങ്ങനെ 3 കണക്ഷൻ നമ്മൾ അതിൽ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഡയറക്റ്റ് ഈ ബോർഡിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എല്ലാറ്റിനും കൂടി കൺട്രോളിങ് ഒരൊറ്റ കൺട്രോളിലാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ ലെഫ്റ്റ് റൈറ്റ് അല്ല സറൗണ്ട് സെൻറ്റർ മാത്രമാണ് നമുക്ക് കൊടുക്കാനുള്ള 3 പിന്ന്. അത് നമുക്ക് കൺട്രോളിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് കൺട്രോളിലേക്ക് കൊടുത്തിട്ട് നോക്കാം. അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് സറൗണ്ട് ചാനലിൻ്റെ കണക്ഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ലാസ്റ്റ് കണക്ഷനാണ് സെൻറ്ററായിട്ട് എടുത്തിട്ടുള്ളത്, സെൻറ്റർ കണക്ഷനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത 2 കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സറൗണ്ടിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് ഇതിലാണ് കിടക്കുന്നത്, 2 എണ്ണം കിടക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 2 വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യാൻ പോണത്. വീഡിയോ അത്യാവശ്യം ലെങ്ത് ആവാണ്ട് സാധ്യതയുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇതോട് കൂടിയിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കാരണം ലേശം ടൈം കൂടുതൽ ആവും. നമ്മൾ ഇതിനെ നമ്മൾ ഷീൽഡ് വയറാണ് ഉപയോഗിക്കുന്നത്. നമ്മളതിൽ വേറെ വയർ മറ്റു വയറുകളൊക്കെ കഴിഞ്ഞ കാരണം നമ്മൾ ഷീൽഡ് വയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലത്തെ 2 കണക്ഷനും നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല, ഗ്രൗണ്ട് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് കണക്ഷൻ. പിന്നെ ഈ തലക്കിൽ കൺട്രോളാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ കൺട്രോളിനുള്ള വയറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇത് മെയിൻ ബോർഡിൻ്റെ ഇൻപുട്ടാണ്. അപ്പോൾ ഇൻപുട്ട് ഇനി ഇതിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് മറ്റേ ബോർഡിൻ്റെ പ്രോലോജിക് ബോർഡിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ 2 കണക്ഷനിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കണക്ഷൻ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. കൺട്രോളിൻ്റെ കണക്ഷൻ അതിപ്പോൾ റെഡ് ഇപ്പോൾ ഏതിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ ആ വയർ നമ്മൾ അതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമ്മളിത് വീഡിയോ അത്യാവശ്യം ലെങ്ത് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും ഇത് മനസ്സിലാവാണ്ട് പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗങ്ങളും സോൾഡർ ചെയ്യണതൊക്കെ കാണിക്കുന്നത്. ചിലവർ വിളിച്ചിട്ട് ചോദിക്കും നമ്മളടുത്ത്, ഇത് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടില്ല. നമ്മളെല്ലാ വീഡിയോയിലും ചെയ്യണ വീഡിയോകളൊക്കെ ലേശം ടൈം കൂടുതലാവുക, പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യാറ്. അപ്പോൾ കൺട്രോളിൻ്റെ 2 കാലും കൂടിയിട്ട് നമ്മൾ മടക്കി ഷോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എർത്ത് എന്ന് പറയുന്ന ഗ്രൗണ്ട് നമ്മൾ ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. 2 കാലും കൂടി മടക്കിയിട്ട് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് എർത്ത്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും കറക്റ്റായിട്ട്. ഇനി ഇതിലാണ് നമ്മൾ ഈ സറൗണ്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ
റയർ ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള 2 കണക്ഷനും അതിലേക്ക് എർത്തിങ് കൂടിയിട്ടാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സറൗണ്ടിൻ്റെ കണക്ഷൻ അവസാനിച്ചു. ബ്ലാക്ക് വയർ നമ്മൾ ഗ്രൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. മെയിൻ ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള ഗ്രൗണ്ടിൽ തന്നെയാണ് നമ്മൾ ബ്ലാക്ക് വയർ കൊടുക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ഗ്രൗണ്ട് എല്ലാത്തിൻ്റെയും ഗ്രൗണ്ട് ഒരൊറ്റ കോമൺ ആയിട്ടുള്ളതാണ് വരുന്നത്. അപ്പോൾ ആ ഗ്രൗണ്ട് നമ്മൾ അതിൽ സോൾഡർ ചെയ്തു. പിന്നെ 2 കൺട്രോളിൻ്റെ തലക്കിലുള്ള കണക്ഷനാണ്. അപ്പോൾ ആ കണക്ഷനിൽ നമ്മൾ ആ 2 വയറും സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ നമ്മൾ സറൗണ്ട് ബോർഡിലേക്കാണ് പിന്നെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വയർ നമ്മൾ ഇതിൽ വെച്ചു. അത് സോൾഡർ ചെയ്തു. അതുപോലെ ഈ വയറും നമ്മൾ ഇതിൽ സോൾഡർ ചെയ്തു. അപ്പോൾ ആ കണക്ഷൻ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോർഡിലേക്കാണ് നമുക്ക് കണക്ഷൻ കൊടുക്കാനുള്ളത്. അപ്പോൾ സറൗണ്ട് ബോഡിക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സറൗണ്ടിൻ്റെ 2 റയർ ഔട്ട് കണക്ഷൻ കൊടുക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഇതാണ് ഗ്രൗണ്ട്, ബ്ലാക്കാണ് നമ്മൾ ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് റയർ ഔട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ കണക്ഷനുകൾ കൊടുക്കുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേ വയർ സെൻറ്റർ വയർ തന്നെ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ ഏത് കൊടുത്താലും നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലാക്ക് കൊടുത്തത്. അപ്പോൾ ആ വയറുകൾ നമ്മൾ ഇതങ്ങനെ ഇതിൽ സോൾഡർ ചെയ്തു. വയർ നമ്മളിതിൽ സോൾഡർ ചെയ്തു. അപ്പോൾ എർത്തിങ് നമ്മൾ സെൻറ്ററിലും കൊടുത്തു. അപ്പോൾ അത്രയും കണക്ഷൻ അവിടെ ക്ലിയറായി. ഇത് സറൗണ്ടിൻ്റെ കണക്ഷൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ സറൗണ്ട് കൺട്രോൾ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെൻറ്റർ കണക്ഷൻ മാത്രമേ കൊടുക്കാനുള്ളൂ. സെൻറ്റർ കണക്ഷനിൽ എർത്തിങ് നമ്മൾ കൊടുത്തിട്ടില്ല. എർത്തിങ് എല്ലാതും കൂടി കോമൺ ആയിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ കണക്ഷൻ ഇവിടെ വന്നെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി സെൻറ്ററിൻ്റെ കണക്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻ കഴിഞ്ഞ് പിന്നെ സബിൻ്റെ കണക്ഷനാണ് കൊടുക്കാനുള്ളത്. അത് ഇവിടെയാണ് കിടക്കണത്, സബിൻ്റെ കണക്ഷൻ. അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കണം സബിൻ്റെ കണക്ഷനിലേക്ക്. അതുപോലെ സെൻറ്റർ എന്ന് എഴുതിയിട്ടുള്ള കണക്ഷനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് സെൻറ്റർ കണക്ഷൻ. അതിലേക്ക് നമ്മൾ ഒറ്റ വയറാണ് കൊടുക്കണുള്ളൂ. എല്ലാറ്റിനെയും എർത്തിങ് കോമൺ ആയതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാറ്റിനെയും നമ്മൾ ഓരോന്നിനെ എർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ കണക്ഷന് ഒക്കെ ഒരൊറ്റ ബോർഡിൽ നിന്ന് വരുന്ന കാരണം അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരൊറ്റ വയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇൻപുട്ട് ഒരൊറ്റ കണക്ഷനുള്ളൂ, സെൻറ്റർ കണക്ഷന് ലാസ്റ്റ് കിടക്കണ പിന്നെ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ 2 വയറും കൂടിയിട്ട് പിരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ബ്ലാക്കും റെഡും കൂടിയിട്ട്. അതുപോലെ കൺട്രോളിന് ഒറ്റ സൈഡിലാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എർത്തിങ് അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ 2 വയറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് കോമൺ ആയിട്ടുള്ള ഇതിൻ്റെ എർത്ത് ഗ്രൗണ്ട് എന്ന് പറയണത്. അപ്പോൾ നമ്മളത് ഈ സെൻറ്ററിൻ്റെ കറക്റ്റ് പിന്നിൽ സെൻറ്റർ നമുക്ക് ഏത് കണക്ഷൻ വേണമെങ്കിലും ഏത് ചാനൽ വേണമെങ്കിലും ഉപയോഗിക്കുക സെൻറ്ററായിട്ട്. എല്ലാവരും ഒറ്റ വാട്സാണ് എല്ലാ ചാനലും. അപ്പോൾ അതതിൽ സോൾഡർ ചെയ്തു. ഈ 2 വയറും കോമൺ ആയതുകൊണ്ട് നമ്മൾ ഈ 2 വയറും ഒരുമിച്ച് ആക്കുകയാണ്. എന്നിട്ട് അത് ബോർഡിലേക്കാണ് നമ്മൾ കൊടുക്കണത്. രണ്ടിൻ്റെയും കൂടി അർത്ഥം ഒരുമിച്ച് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അത് ഈ അർത്ഥം നമ്മൾ എടുത്തിട്ട് ഈ ബോർഡിൻ്റെ ഇതിലേക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കൊടുത്താലും മതി. ഇതിൽ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കോമൺ ആയിട്ടുള്ള അർത്ഥം ഇതിലാണ് കിടക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അല്ലാച്ചെങ്കിൽ ഇത് സിംഗിളായിട്ട് ഓരോ ഭാഗത്ത് കൊടുക്കുകയും ചെയ്യാം, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എർത്തിങ് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ബോർഡിൻ്റെ എർത്തിങ് വരുന്നതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമത് കറക്റ്റായിട്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് വേണമെങ്കിൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സെൻറ്റർ വയർ വന്നിട്ടുള്ള കൺട്രോളിലേക്ക് നമ്മൾ ഈ റെഡ് വയർ ഈ തലക്കിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷനും കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വയർ എത്രത്തോളം നീളമിടണം അതിനനുസരിച്ചിട്ട്. ശരിക്കും ഇങ്ങനെയല്ല, നമ്മൾ ബോർഡിനെ മൊത്തം വയറിട്ടതിന് ശേഷമാണ് നമ്മൾ കൺട്രോളുകളും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാറ് അളവ് നോക്കിയിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് സെപ്പറേറ്റ് കാണിക്കണത്. അങ്ങനെ നമ്മൾ ബോർഡ് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ വയർ ചെയ്യുമ്പോൾ വയറിങ്ങുകളൊക്കെ കറക്റ്റായിട്ട് ഒതുങ്ങി കിട്ടും. ബോർഡിന് മീത് ആദ്യം നമ്മൾ വയറിട്ടിട്ട് ബോർഡ് അവിടെ ഉറപ്പിച്ചതിന് ശേഷമാണ് എവിടേക്കാണ് കൺട്രോൾ വേണ്ടത് ആ കൺട്രോളിൻ്റെ അത്ര കറക്റ്റ് നീളം കട്ട് ചെയ്തിട്ട് നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ നമുക്ക് വയർ കൂടുതൽ നിൽക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. ഇതിപ്പോൾ വയർ കൂടുതൽ നിൽക്കും ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ സെൻറ്റർ കണക്ഷനും നമ്മൾ കൊടുത്തു. ഇനി സബിൻ്റെ കണക്ഷനാണ് നമുക്ക് കൊടുക്കാനുള്ളത്. സബിൻ്റെ ഇൻപുട്ട് ഇതിലാണ് കിടക്കുന്നത്, മെയിൻ ബോർഡിൻ്റെ. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് കൊടുക്കണം, കൺട്രോൾ വെച്ചിട്ട് വേണം കൊടുക്കാൻ. അത് കൊടുത്തിട്ട് നോക്കാം നമുക്ക്.
സബിൻ്റെ കൺട്രോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് മറ്റേ സെൻട്രൽ കണക്ഷൻ കൊടുത്ത പോലെയാണ്. ഒറ്റ സൈഡ് വൺ സൈഡ് മാത്രം തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ചോപ്പ് വയർ കറുപ്പും കൂടിയിട്ട് സെൻട്രലാണ് പിരിച്ചു കൊടുത്തിട്ടുള്ളത്, എർത്ത് വയർ ഈ സൈഡിലും. അപ്പോൾ ഇതിലേക്കാണ് അതിൻ്റെ ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഇതിൽ നിന്ന് വരുന്ന ബോർഡിൻ്റെ ഔട്ട്പുട്ട് ഇതിലേക്ക് കൊടുക്കണം. ഇത് മെയിൻ ബോർഡിലേക്ക് കൊടുക്കാനുള്ള കണക്ഷനാണ്. മെയിൻ ബോർഡിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഇവിടെ എർത്തും അതേപോലെ അതിൻ്റെ ഇൻപുട്ട് കൂടെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. വയർ നമ്മൾ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അർത്ത് കൊടുത്തിട്ടുള്ളത്, ഇതിലേക്ക് അർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കോമൺ ആയിട്ടുള്ള അർത്താണ് എല്ലായിടത്തേക്കും കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഈ ബോർഡിൽ നിന്ന് ഒരു ഒറ്റ വയർ എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കണക്ഷനും ഓക്കെ ആയി. സബിൻ്റെ കൺട്രോൾ ഈ ലാസ്റ്റ് അറ്റത്താണ് വരുന്നത്, ഈ ക്യാബിൻ്റെ ഈ മൂലക്കിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വയർ നമ്മൾ നീളത്തിലിട്ടിട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ കൺട്രോളിൻ്റെ ലാസ്റ്റ് എൻഡിലത്തെ കണക്ഷനിലാണ് ഈ വയർ സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ കൺട്രോളിൻ്റെ വയറിങ്ങുകളൊക്കെ നമ്മൾ അവസാനിച്ചു. നമ്മൾ പിന്നെ പ്രത്യേകിച്ച് സ്വിച്ച് കണക്ഷനൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. എന്താ കാരണം സ്വിച്ച് കണക്ഷൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ പാട്ട് വയ്ക്കാന്നുള്ളൊരു പരിപാടി മാത്രമല്ല. ബ്ലൂടൂത്ത് പിന്നെ ഒരു ഓക്സ്, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ USB തന്നെ എടുത്ത് കൊടുക്കാവുന്നുള്ള ഓക്സ്. അപ്പോൾ ഈ കണക്ഷനും ഇവിടെ കൊടുത്തു. ഇത്രയും കണക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നേരെ സബിൻ്റെ ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലും ഒറ്റ വയർ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. വയർ നമ്മൾ കറക്റ്റ് നീളം നോക്കി അതിന് ശേഷം സബ് ഔട്ട് കൂടെ എഴുതിയിട്ടുണ്ട്, അതിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. കറക്റ്റ് ആവശ്യത്തിനായി കട്ട് ചെയ്തു. നമ്മളതിൽ സോൾഡർ ചെയ്യണം. അതിനെ സെപ്പറേറ്റ് അർത്ഥമൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. സബ് ഔട്ടേക്ക് ഡയറക്റ്റ് ആ കണക്ഷൻ കൊടുത്തു നമ്മൾ. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ സറൗണ്ട് ബോർഡിലേക്കുള്ള ലാസ്റ്റ് കണക്ഷൻ നമ്മൾ കൊടുത്തു. അപ്പോൾ വയറിങ് പ്രോലോജിക് ബോർഡിൻ്റെ വയറിങ് കഴിഞ്ഞു, മെയിൻ ബോർഡിൻ്റെയും വയറിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എർത്തിങ്ങും അതുപോലെ USB ബോർഡിൻ്റെ കണക്ഷനാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ എർത്തിങ് നമുക്ക് കൊടുക്കാം നോക്കിയിട്ട്. എർത്തിങ് രണ്ടും കൂടി നമ്മൾ ഒരുമിച്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതേപോലെ സ്ലീവ് ഇട്ട് ഷോർട്ട് ആവാതിരിക്കാൻ സ്ലീവ് ഇട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ വയർ കറക്റ്റ് നീളത്തിൽ കട്ട് ചെയ്തു. അപ്പോൾ എർത്തിങ് നമ്മളിവിടെ കൊടുക്കുകയാണ്. അത് നമുക്ക് വല്ല സിഗരറ്റ് ലൈറ്റ് എന്തെങ്കിലും ഉപയോഗിച്ച് സ്ലീവ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെറ്റാവും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ എർത്ത് നമ്മൾ അതിലെല്ലാം കൊടുത്തിട്ടില്ല, ലേശം നീക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടിയിട്ട് ഷോർട്ട് ആവണ്ടെന്ന് വെച്ചിട്ട് എർത്തിങ് നമ്മൾ ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ വയറുകൾ കംപ്ലീറ്റ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഇതിൽ നിന്ന് പോയിട്ടുള്ള എർത്ത് തന്നെയാണ് ഈ നീല വയർ വന്നിട്ടുള്ള ഗ്രൗണ്ട് തന്നെയാണ് ഇതും. അപ്പോൾ അത് തമ്മിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ കൺട്രോളിലേക്കുള്ള എല്ലാ കണക്ഷനുകളും കൊടുത്തു കഴിഞ്ഞു. പിന്നെ നമുക്ക് USB ബോർഡിലേക്കുള്ള കണക്ഷനാണ്. അപ്പോൾ അതിൽ ഗ്രൗണ്ട് ഇത് ഈ VDD എന്ന് എഴുതിയിട്ടുള്ളതാണ് ഇതിൻ്റെ പോസിറ്റീവ് കണക്ഷൻ. അപ്പോൾ അത് ഈ റെഡ് വയറാണ്. അപ്പോൾ അത് ഇവിടെ ഈ ബോർഡിൽ പോസിറ്റീവ് നെഗറ്റീവ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നെഗറ്റീവ് വരുന്നത്, ഈ വലിയ പീസ് വരുന്നത്. ഈ റെഗുലേറ്റർ IC എന്ന് പറഞ്ഞാൽ ഈ കണക്ഷനാണ് ഇതിൻ്റെ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ നമ്മളത് അതിലേക്ക് തന്നെ മാറാതെ കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. കണക്ഷനുകളധികം മാറാണ്ട് നോക്കുകയാണ്, തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ഇതിൽ കുത്തി വെച്ചിട്ട് പിന്ന് കുത്തി വെച്ചിട്ട് തന്നെ നോക്കിയിട്ട് കൊടുക്കാൻ നോക്കുകയാണ്. കാരണം എന്താണ്, അല്ലെങ്കിൽ വയർ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് വയർ കറക്റ്റ് റെഡായിട്ടൊന്നല്ല വരിക. ഞാനിപ്പോൾ അത് അതിൽ നിന്ന് മാറ്റി കൊടുത്താണ്. അതിൻ്റെ ആ സോക്കറ്റിൽ നിന്ന് നമ്മൾ ഊരിയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് മാറ്റി കൊടുത്തിട്ടുള്ളതാണ് കണക്ഷൻ. അപ്പോൾ പോസിറ്റീവ് നമ്മൾ അതിൽ സോൾഡർ ചെയ്തു, നെഗറ്റീവ് നമ്മൾ ഇതിലും സോൾഡർ ചെയ്തു. രണ്ട് കണക്ഷനും അതിന് സെറ്റായി. അപ്പോൾ ആ കണക്ഷനുകളൊക്കെ സെറ്റായി. അപ്പോൾ USB ബോർഡിലേക്കുള്ള സപ്ലൈ നമ്മൾ കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വരണ ഈ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മെയിൻ വോളിയം കൺട്രോൾ എന്ന് പറഞ്ഞ കണക്ഷനാണ് ഈ 3 എണ്ണം. അത് ഇതാ ഇവിടെ
കണക്ഷൻ എഴുതിയിട്ടുണ്ട് ലെഫ്റ്റ് റൈറ്റ്, അത് ഇതിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്, അത് പിന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കണക്ഷനുകൾ കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ആ കണക്ഷൻ കൂടി കൊടുക്കാം. അപ്പോൾ ഇതിൽ സെൻറ്ററാണ് നമ്മൾ മഞ്ഞയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ട്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഈ ഓറഞ്ചും പച്ചയാണ് ലെഫ്റ്റ് റൈറ്റും വരുന്നത്. അപ്പോൾ അതേപോലെ ഇതിൽ ഈ ബോർഡിലേക്ക് തന്നെ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഇതുപോലെ 3 വയറിന് നമ്മൾ ബ്ലാക്ക് സ്ലീവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഈ വയറുകൾ തമ്മിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഒരിക്കലും പിരിച്ചു കൊടുക്കാണ്ടിരിക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കോൺടാക്റ്റ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാകും കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ കറക്റ്റ് സോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സെൻറ്റർ തന്നെയാണ് ഗ്രൗണ്ട് വരുന്നത് നീല. അപ്പോൾ അവർ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് റെഡും ബ്ലാക്കാണ്, സെൻറ്റർ നീലയാണ് അതിൻ്റെ ഗ്രൗണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ മഞ്ഞയിലേക്ക് കൺട്രോളിൽ കൊടുത്താൽ ആ മഞ്ഞയിലേക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് സോൾഡർ ചെയ്തു. അതുപോലെ ബ്ലാക്ക് സിഗനിൽ പറഞ്ഞ ചാനൽ ഇതാണ് വയറാണ്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വയറുകൾ കൊടുത്തു. അപ്പോൾ ഈ സ്ലീവ് കയറ്റിയിട്ട് നമുക്കിത് ചൂടാക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെറ്റാവുകയില്ലേ. USB-യിലേക്ക് നമ്മളതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഔട്ട് വരുന്നത് ഇതാണ്, ഈ കാണുന്ന പിന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ കുത്തി സാധനത്തിൻ്റെ വയറിങ് കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വയറിങ്ങാണ് നമ്മളെ ഈ മെയിൻ ബോർഡിലുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കൺട്രോളുകളും കാര്യങ്ങളും ബോർഡുകളൊക്കെ ഉറപ്പിച്ചിട്ട് നോക്കാം. ഇതുപോലെ ഈ സ്ലീവ് ഇട്ട് നമ്മൾ സിഗരറ്റ് ലൈറ്റ് വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് ടൈറ്റ് ആവുകയില്ലേ. അപ്പോൾ വയർ അങ്ങോട്ട് ഊരി പോകുന്നില്ല. അപ്പോൾ അത്രയുള്ള കാര്യം അതിൽ സെറ്റായി. അപ്പോൾ വയറിങ്ങുകൾ മൊത്തം കഴിഞ്ഞു. നമുക്കിനി ഓരോരോ ബോർഡുകൾ ഓരോ സ്ഥലത്ത് നമുക്ക് ഉറപ്പിച്ചിട്ട് നോക്കാം. അത്രയുള്ള കാര്യങ്ങൾ. നമ്മളെ ഫുൾ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെക്ക് ചെയ്യുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ USB ബോർഡ് ഈ പാനലിന് മീത് പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോളുള്ള ടൈപ്പല്ല, അതിങ്ങനെ മൊത്തം വയ്ക്കുന്ന ടൈപ്പല്ല. അപ്പോൾ നമ്മൾ ഈ ബോർഡ് ഇതിന് ഈ സ്ക്രൂ ഊരിയിട്ട് വേണം ഇതിൽ പിടിപ്പിക്കാൻ. അത് ഞാൻ പറയാൻ മറന്നു നിങ്ങളുടെ അടുത്ത്. അപ്പോൾ അത് ഡിസ്പ്ലേയുടെ സ്വിച്ചും കാര്യങ്ങളൊന്നും ഇല്ല, ഇതിന് ഒക്കെ റിമോട്ടിന് ഇതാണ് ഇതിൻ്റെ കൺട്രോളിങ്ങുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നേരെ നമ്മൾ ഇതിങ്ങനെ ഊരിയെടുത്ത് അതിൻ്റെ കറക്റ്റ് ഒരു ഗ്രൂ ഉണ്ട്, ഗ്രൂവിൽ കറക്റ്റ് ഇറക്കി വയ്ക്കുക ചെയ്യുക പാനലിൻ്റെ മീതെ. അപ്പോൾ ഈ പാനലിലേക്ക് നമ്മൾ ഇതേപോലെ കറക്റ്റ് ചെയ്ത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റായി. ഇതിൽ 2 സ്ക്രൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ പാനലിന് മീതെ സെറ്റായി. അപ്പോൾ ഡിസ്പ്ലേ ഇതിൻ്റെ ഈ പേപ്പർ പറിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫ്രണ്ട് ഡൈയിൽ നമ്മൾ അടിപൊളിയായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്ലക്സ് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഡൈയിൽ ഇതിൻ്റെ ഒട്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൺട്രോളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പിടിപ്പിക്കുക. കഴിഞ്ഞിട്ട് നമുക്ക് ഓണാക്കി നോക്കി വെക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ പേപ്പർ പറിച്ചളാണ് ഇതിൻ്റെ മീത്തെ. അപ്പോൾ ഇത് പറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള മോഡൽ ഇത് അങ്ങനെയാണ് വരിക. അത്യാവശ്യം നല്ല മാറ്റ് ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ള സാധനം. അപ്പോൾ നമ്മൾ സ്ക്രാച്ച് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറിച്ച് കളയാണ്ടിരുന്നാണ് ഇതിന് മീത്തെ സാധനങ്ങളൊക്കെ. സ്വിച്ച് നമ്മൾ പിടിപ്പിച്ചിട്ടില്ല, ബാക്കിയുള്ള വയറിങ് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. സ്വിച്ച് കണക്ഷൻ സ്വിച്ച് കൂടി ഉണ്ട്, പക്ഷേ AC കോഡ് ഇല്ലാത്ത കാരണം നമ്മൾ വയറിങ് കാണിച്ചിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഇതിൽ നമുക്ക് മനസ്സിലായി വിചാരിക്കണം. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇതിൽ സെറ്റ് ചെയ്യാനുള്ളത്. ട്രാൻസ്ഫോമറിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്താലും ഇത് വർക്കിംഗ് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ സ്വിച്ച് വഴി കണക്ഷൻ കൊടുത്താലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അതിൽ വൈറ്റിലാണ് ലെറ്ററുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് പറിച്ചെടുക്കുകയാണ് എല്ലാറ്റിനും മീത്തെ. ഈ സ്വിച്ച് വലിക്കുള്ള കണക്ഷൻ നമ്മൾ കൊടുക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാരണം നമ്മൾ അത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് പാട്ട് വയ്ക്കാന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ, വേറെ സാധനങ്ങൾക്കൊന്നും കണക്ഷൻ കൊടുക്കാനില്ല. ഓക്സ് നമ്മൾ USB ബോർഡിനാണ് കൊടുക്കണം. അപ്പോൾ പിന്നെ അതിൻ്റെയും പ്രശ്നമില്ല. അപ്പോൾ ഇത്രയും വയറിങ്ങുകൾ മൊത്തം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. അപ്പോൾ വയറിങ് ഫുള്ളായിട്ട് മനസ്സിലായി വിചാരിക്കണം. അപ്പോൾ അത് പറിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആംപ്ലിഫയറിൻ്റെ മൊത്തം വർക്ക് കഴിഞ്ഞു. നമ്മൾ ഫാനും സ്വിച്ച് കണക്ഷനൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞൊരു 5.1 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്ര പവറുള്ളതല്ല. അപ്പോൾ അതിൽ ഇതിൻ്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ മൊത്തം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായി വിചാരിക്കുന്നു, വയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബോർഡും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ടില്ല നമ്മൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫാന് നമ്മളിതിൽ വെക്കും. അപ്പോൾ ഫാനിൻ്റെ കണക്ഷൻ നമ്മൾ ഇതിൽ നിന്നാണ് 12 വോൾട്ട് എടുത്ത് കൊടുക്കുക. അപ്പോൾ ഈ പ്ലസ്
അതുപോലെ സെൻട്രലിൽ കാണുന്ന ഈ ഗ്രൗണ്ട് ഇതും കൂടിയിട്ടാണ് നമ്മൾ ഈ 2 കണക്ഷനാണ് നമ്മൾ എടുത്തു കൊടുക്കുക. ഈ പോസിറ്റീവും അതുപോലെ ഈ സെൻട്രൽ കണക്ഷനും അതാണ് നമ്മൾ ഫാനിലേക്ക് കൊടുക്കാനുള്ള കണക്ഷൻ. നമ്മൾ സെപ്പറേറ്റ് അതിന് വേറെ ബോർഡും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. പിന്നെ അതേപോലെ ഇത് ട്രാൻസ്ഫോമറിൻ്റെ ഡയറക്റ്റാണ് ഇപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. AC കോഡ് നമ്മളതിൽ ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ അത് കൊടുക്കാൻ ഇല്ലാത്ത കാരണം നമ്മളത് മാത്രം കൊടുത്തിട്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണാക്കിയതാണ്. പിന്നെ പാട്ട് വെച്ചിട്ട് നമ്മൾ നോക്കണില്ല. നമുക്ക് ഏത് പാട്ട് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടുന്ന കാരണം നമ്മൾ പാട്ട് വെച്ചിട്ട് ചെക്ക് ചെയ്യണ വീഡിയോകൾ അധികം ഇടാറില്ല. സംഭവം ഇത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതകളില്ല. കംപ്ലീറ്റ് ഞാൻ ചെക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതുവരെ വേറെ വയർ മാറ്റി കൊടുക്കാനോ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കൊടുത്ത വയറുകളൊക്കെ കറക്റ്റാണ്. അപ്പോൾ അതിനൊന്നും യാതൊരു മാറ്റങ്ങളും ഇല്ല. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു 5.1 ഹൈ പവർ ആംപ്ലിഫയർ ചെയ്തെടുക്കാനുള്ള ഒരു ഇതുള്ളൂ. അപ്പോൾ ഇതിന് ഫ്രണ്ട് ഡിസ്പ്ലേ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് അതിൻ്റെ പേപ്പർ പറിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് ഡിസ്പ്ലേ ഇതാണ്. പിന്നെ മെയിൻ ബോർഡ് ഓണായിട്ടുണ്ട്. അപ്പോൾ അത് ഉറപ്പിച്ചിട്ടില്ല ഞാൻ. അതിൻ്റെ അടിയിലത്തെ ലൈറ്റ് കത്തുന്നുണ്ട്, കണ്ട നീല കളറിൽ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ പവർ ഓണായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ സ്പീക്കർ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. അപ്പോൾ ചാനലുകളൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.